നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബു, ഈ പേര് മലയാളികൾ ഒരിക്കലും മറക്കില്ല. CPMന്റെ മറ്റൊരു ക്രൂരതയുടെ മുഖമാണ് നവീൻ ബാബു എന്ന വ്യക്തിയുടെ ദുരൂഹ മരണവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും. ഇപ്പോൾ കണ്ണൂർ മുൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് കൈമാറാൻ ഭരണതലത്തിൽ അതിവേഗ നീക്കം നടന്നിരിക്കുന്നു. നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുമായി മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേസ് കേന്ദ്ര ഏജൻസിക്ക് വിട്ടുകൊണ്ടുള്ള ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ തീരുമാനമാണ് ഈ സർക്കാരിന്റെ തീരുമാനമെന്ന മുഖ്യമന്ത്രി മഞ്ജുഷയ്ക്ക് നേരിട്ട് ഉറപ്പ് നൽകുകയായിരുന്നു. ആ ഉറപ്പിന്റെ മേലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ 2 പെൺമക്കളും തിരിച്ചു വീട്ടിലേക്ക് പോയത്. ഭരണം മാറി വന്നു. ഇപ്പോഴുള്ള സർക്കാരിൽ പൂർണ്ണ പ്രതീക്ഷയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം അദ്ദേഹത്തെ നേരിട്ട് കാണാൻ, അദ്ദേഹത്തിന്റെ മക്കളടക്കം നേരിട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പല ആവശ്യങ്ങളും ഉന്നയിക്കാനായിട്ട് അവർ എത്തിയത്. റാന്നി MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് പഴകുളം മധുവിന്റെ നേതൃത്വത്തിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചത്. ഈ പുതിയ പ്രഖ്യാപനത്തോടെ കണ്ണൂരിലെ CPM നേതൃത്വവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും കടുത്ത നിയമക്കുരുക്കിലേക്കാണ് നീങ്ങുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തികൾക്കൊക്കെ തന്നെ സംരക്ഷണം പാർട്ടി നൽകിയിരുന്നു. അതുതന്നെയാണ് PP ദിവ്യയെ ഇത്രയും കാലം സംരക്ഷിച്ചും പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. ഇപ്പോൾ ഭരണം മാറി. ഭരണം UDFന്റെ കൈകളിലാണ്. മറച്ചുവെച്ചിട്ടുള്ള പല അസത്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ഉറപ്പാണ് VD സതീശൻ സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ പരിമിതികളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ CBI പോലെയുള്ള ഒരു നിഷ്പക്ഷ കേന്ദ്ര ഏജൻസി തന്നെ കേസ് അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ കടുത്ത നിലപാട് പുതിയ UDF സർക്കാർ പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. കാര്യങ്ങൾ വേഗത്തിലാക്കാൻ പഴകുളം മധു MLAക്ക് മുഖ്യമന്ത്രി പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. റാന്നിയുടെ ജനപ്രതിനിധി ആയപ്പോൾ തന്നെ പഴകുളം മധു മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. തലസ്ഥാനത്ത് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ CPM DYFI പ്രവർത്തകർ തെരുവിൽ തടഞ്ഞ് ആക്രമിച്ച സംഭവം വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മറ്റൊരു കേസിൽ പുതിയ CBI അന്വേഷണം വരുന്നത്. CBI കണ്ണൂരിലേക്ക് എത്തുമ്പോൾ CPMന് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. CPM തന്ത്രങ്ങൾക്ക് CBIയുടെ വരവ് കടുത്ത പ്രഹരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനിയൻ സംസാരിച്ചിരുന്നത് തങ്ങൾക്ക് വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ആവശ്യം. അത് ഈ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിന് നീതി ലഭിക്കണം. അദ്ദേഹത്തെ കൊന്നതോ അദ്ദേഹം ആത്മഹത്യ ചെയ്തതോ എന്നുള്ള ഉത്തരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ആ കുടുംബത്തിന് നീതി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അത് തന്നെയാണ് ആ കുടുംബം ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ഉള്ള ശ്രമങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ നടപ്പില്ലെന്നും പശ്ചിമ ബംഗാളിലെ ഷെയ്ഖ് ഷാജഹാന്റെ അനുഭവം തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI നിലപാട് കടുപ്പിച്ചാൽ കണ്ണൂരിലെ പല പ്രമുഖ നേതാക്കളും അഴിക്കുള്ളിലാകുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിലെ CPM കോട്ടകളെയും അവിടുത്തെ നേതാക്കളുടെ പരമാധികാരത്തെയും അപ്പാടെ തകർക്കുന്ന ഒന്നായിരിക്കും ഈ CBI അന്വേഷണം. മുമ്പ് ഭരണം കൈയാളിയപ്പോൾ പാർട്ടി തണലിൽ വിഴുങ്ങിയ പല അഴിമതികളും ഫയലുകളും ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. RDOയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും ഇതിലേക്ക് വഴി തുറക്കുമെന്നാണ് സൂചന. സംഭവത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കുടുംബത്തിന്റെ വാദങ്ങൾ CBI വീണ്ടും പരിശോധിക്കും, വിശദമായി തന്നെ പരിശോധിക്കും. ഡിജിറ്റൽ തെളിവുകളും ഫോൺ രേഖകളും പുനഃപരിശോധിക്കുന്നതോടെ PP ദിവ്യ ഉൾപ്പെടെയുള്ളവർക്ക് മേൽ കടുത്ത നിയമ നടപടികൾ ഉണ്ടാകും. കുടുംബം സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് CBIക്ക് കൈമാറിക്കൊണ്ടുള്ള ഔദ്യോഗിക ഭരണാനുമതിയും വിജ്ഞാപനവും ആഭ്യന്തര വകുപ്പ് ഉടൻ തന്നെ പുറപ്പെടുവിക്കും എന്നാണ് സൂചന. സഭയ്ക്കുള്ളിലും പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്ന കേസിൽ അധികാരമേറ്റ് ആഴ്ചകൾക്കകം തന്നെ കുടുംബത്തിന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞത് പുതിയ UDF സർക്കാരിനെ വലിയ രാഷ്ട്രീയ മുൻതൂക്കം നൽകും, പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ മരണത്തിൽ.
നീതി നടപ്പാക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലൂടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതേ സർക്കാരുകൾ തന്നെയാണ് അരുൺ വിജയൻ എന്ന IAS ഉദ്യോഗസ്ഥനെ നിയമിച്ചത്. അന്ന് നവീൻ ബാബുവിനെ PP ദിവ്യ പരസ്യമായി അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ അപമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ അരുൺ വിജയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തൊട്ടപ്പുറത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം തടയാനോ അല്ലെങ്കിൽ അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അരുൺ വിജയനെതിരെയും കുടുംബം വിമർശനം ഉന്നയിച്ചിരുന്നു. അരുൺ വിജയനെ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അറിയാം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. ഏതായാലും ആ ഉദ്യോഗസ്ഥരെയാണ് അധികാരമേറ്റ് പുതിയ സർക്കാർ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. 2024 ഒക്ടോബർ 15 കണ്ണൂരിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് പകൽ കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ നവീൻ ബാബുവിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അധിക്ഷേപിച്ച് സംസാരിച്ചതിനെ തുടർന്നുണ്ടായ ആത്മഹത്യയായതിനാലാണ് സംഭവം വിവാദമായത്. അറസ്റ്റിലായ PP ദിവ്യ ജാമ്യത്തിലിറങ്ങിയിരുന്നു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന നിലപാടിലാണ് കുടുംബം. കേസ് പുനരന്വേഷിക്കണമെന്ന് കണ്ണൂർ കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം പോലീസ് മലയാലപ്പുഴയിലെ വീട്ടിലെത്തി ഭാര്യ മഞ്ജുഷയുടെ മൊഴിയെടുത്തിരുന്നു. കുടുംബത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ പ്രശാന്തിന് വേണ്ടി സംസാരിക്കാൻ മാത്രം PP ദിവ്യയുമായി എന്താണ് ബന്ധമെന്ന് കണ്ടെത്തണം. കൈക്കൂലിക്ക് അടിസ്ഥാനമെന്ന് പറയുന്ന പെട്രോൾ പമ്പിന്റെ യഥാർത്ഥ ഉടമ ആരാണ്? കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയുള്ള തുകയുടെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ്? ഇത് മാത്രമല്ല, നവീൻ ബാബു നേരെ ക്വാർട്ടേഴ്സിലേക്കല്ല, അദ്ദേഹം പകുതി വഴിയിലാണ് ഇറങ്ങിയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് അദ്ദേഹം ക്വാർട്ടേഴ്സിലെത്തിയത് എങ്ങനെയാണ്? അദ്ദേഹം ഓട്ടോ വിളിച്ചാണോ, അദ്ദേഹം മറ്റേതെങ്കിലും വാഹനത്തിലാണോ വന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡ്രൈവർമാരെയും കണ്ടെത്തിയിട്ടില്ല. പിന്നീട് ആ പ്രദേശങ്ങളൊന്നും തന്നെയുള്ള CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പല തെളിവുകളും അതിനു നേർക്ക് പോലീസ് കണ്ണടയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ CBI അന്വേഷണം വരുമ്പോൾ അടിമുടി എല്ലാ തെളിവുകളും വീണ്ടും കൈയോടെ തന്നെ പൊക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മഞ്ജുഷ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടുള്ള വളരെ തിടുക്കത്തിലുള്ള ഒരു നീക്കം തന്നെ ഈ വിഷയത്തിൽ എടുക്കണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമുള്ളത്. ആ വാക്ക് അല്ലെങ്കിൽ ആ ഉറപ്പ് മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു. What?